നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സമ്മർ വാട്ടർമെലോൺ ഡ്രിങ്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വാട്ടർമെലോൺ ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു ചെറിയ വാട്ടർമെലോണിൻ്റെ പകുതിയാണ് ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇത് ഏകദേശം 2 കപ്പ് അളവിൽ വാട്ടർമെലോൺ ആണ് ഉള്ളത്. ഇനി നമുക്ക് ഇതൊരു സ്പൂണ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു തവി വെച്ചിട്ടോ ചെറുതായിട്ടൊന്ന് മാഷ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ തിളപ്പിച്ച് ആറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത പാലാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മധുരത്തിനും ടേസ്റ്റിനുമായിട്ട് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് മിൽക്ക് മെയ്ഡാണ് എടുത്തിരിക്കുന്നത്. മിൽക്ക് മെയ്ഡ് ഇല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. എൻ്റെ കയ്യിലുള്ള ഈ വാട്ടർമെലോണ് അത്യാവശ്യം നല്ല മധുരം ഉള്ളതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കൂടുതൽ പഞ്ചസാരയൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. നിങ്ങളുടെ കയ്യിലുള്ള വാട്ടർമെലോണ് മധുരം കുറവാണെങ്കിൽ മധുരം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്താലും നല്ലതായിരിക്കും. ഇനി ഒരു 1/4 ടീസ്പൂൺ വെനില എസൻസ് കൂടെ ചേർത്ത് ഇളക്കിയാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്ക് ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ഇതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഈ സമ്മറിൽ തയ്യാറാക്കാൻ പറ്റിയ വിശപ്പും ദാഹവും എല്ലാം ഒരുപോലെ പോകുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐസ്ക്രീം ടേസ്റ്റിലുള്ള ഒരു ഡ്രിങ്കാണിത്. വാട്ടർമെലോൺ ഉണ്ടെങ്കിൽ എല്ലാവരും തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്ക്.